ഇത് നമ്മുടെ ഒരു വെർട്ടിക്കൽ പർഗോളയാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ പർഗോളയിൽ ഹൊറിസോണ്ടലായിട്ട് നമ്മളിങ്ങനെ പാത്തികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 4 പാത്തിയുണ്ട്. അപ്പോൾ ഈ 4 പാത്തിയിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ, ഈ 4 പാത്തിയിലും നമ്മൾ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ചെടി നടാനായിട്ട് മണ്ണ്, പിന്നെ ആ മണ്ണിന് പോഷകം കൂട്ടുന്നതിന് വേണ്ടി മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറും പിന്നെ ഒരു കുറച്ചളവിൽ എല്ലുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ബേസിൽ വേണം നമ്മൾ ഈ ചെടികൾ നടാനായിട്ട്. അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാം. വെച്ചിരിക്കുന്ന ആ മിശ്രിതം നമുക്ക് ഈ 4 പാത്തികളാണ്, ആ 4 പാത്തികളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് മെറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ചരലില്ല, അതുകൊണ്ട് മെറ്റിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട് ഈ പാത്തിയുടെ അടിയിൽ നമുക്ക് ചരലിട്ട് കൊടുക്കാം. ഈ പാത്തിയിൽ ഈ 4 പാത്തിയിലും ഹോള് വെച്ചിട്ടുണ്ട് വെള്ളം പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ചരലിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരുപാട് അങ്ങ് ചരൽ വാരിയിടണ്ട. ചരലുണ്ടെങ്കിൽ അടാൻ നല്ലത് കേട്ടോ. ചരലില്ലാത്തത് കൊണ്ട് ഞാൻ ഈ വലിയ മെറ്റിലും ചെറിയ മെറ്റിലും ഇല്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളൊരു 1/4 ഭാഗം നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം, അത് ഈ ചെടിയുടെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. നമ്മൾ വെറുതെ മണ്ണിനകത്ത് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ പാത്തിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു യുക്തിയാണല്ലോ, നമുക്ക് ഇട്ട് കൊടുക്കാം. നിറച്ച് കൊടുത്തിട്ടുണ്ട്, 1/4 ഭാഗം നിറച്ച് കൊടുക്കണം. കാരണം നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെടികൾ നടും. ഇവിടെ ഞാൻ ഈ നടുന്ന ചെടികളെന്ന് പറഞ്ഞാൽ ഈ 2 പാത്തിയും തമ്മിൽ അധികം പൊക്കമില്ലാത്തത് കൊണ്ട് അധികം പൊക്കത്തിൽ വളരാത്ത പടർന്ന് താഴേക്ക് പോകുന്ന തരത്തിലുള്ള ചെടികളാണ് ഞാൻ. വേരുള്ള ചെടികളുമുണ്ട്, അല്ലാതെ കമ്പടത്ത് നടുന്നതുമുണ്ട്. അങ്ങനെ നമുക്ക് വെച്ച് അങ്ങനെയുള്ള ചെടികളാണ് ആ പാത്തിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഒരുപാട് പൊക്കത്ത് വളരുന്ന അവിടെ നടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതെല്ലാം നമുക്ക് വെച്ച് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടായി, നല്ല തഴച്ച് വളർന്നുള്ളൂ. നമ്മളപ്പോൾ നമ്മുടെ ചെറിയ ഇലച്ചെടികളാണെല്ലാം, പൂക്കുന്ന ചെടികളൊന്നും ഇല്ല. ഇലച്ചെടികൾക്കാണല്ലോ ഭംഗി കൂടുതൽ. അത് ഇതാണെങ്കിൽ ചെറിയ ഒരു തണ്ടങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ പടർന്ന് കളിക്കും. ഇതെല്ലാം അത് തന്നെ. അപ്പം ഈ ചെടി നല്ല ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ പേരെനിക്കറിയില്ല. നമ്മളിവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഒരു ചെടി വാങ്ങിച്ചത് 3ആയിട്ട് നട്ടതാണ്. പിന്നെ നമുക്ക് ഇത് ഈ കീടനാശിനി സ്പ്രേ ചെയ്യാനായിട്ട് വാങ്ങിച്ച പമ്പാണ്. ആ സ്പ്രേയർ വെച്ചിട്ടാണ് തൽക്കാലം ഇപ്പം നമുക്ക് ഈ ചെടികൾ നനച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, വെള്ളം അതിൽ കെട്ടി നിന്ന് കഴിഞ്ഞാലും വേറെ ഒഴുകിപ്പോവും. കെട്ടി നിൽക്കാതിരിക്കാനാണ് നമ്മൾ അടിയിൽ ചരലിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ തന്നെയല്ല, വെള്ളം ഒഴുകിപ്പോകാനായിട്ട് എല്ലാ പാത്തിയുടെയും സൈഡിൽ നമ്മൾ പൈപ്പ് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം അധികം ഉള്ളതങ്ങ് ഒഴുകിപ്പോയിക്കോളും. എങ്കിലും നമുക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ മുകളിലും ഇത്തരത്തിൽ മനോഹരമായ വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരുപാട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഈ ചെടിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരമാവുന്നെങ്കിലും വിചാരിച്ച് ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലെ ചെടികളാണ്, എല്ലാം ഇലച്ചെടികളാണ്. വെർട്ടിക്കൽ ഗാർഡൻ പിന്നെ തന്നെയല്ല, അതിൻ്റെ ഈ ഹൈറ്റേ ഉള്ളൂ, 2 പർഗോള തമ്മിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ ഇത് തരത്തിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടർട്ടിൽ വൈനും നട്ടിട്ടുണ്ട്. ഇപ്പോൾ ടർട്ടിൽ വൈൻ ആകുമ്പോൾ അത് പടർന്നിങ്ങോട്ടിന് നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇതൊക്കെ പടരുന്ന ചെടികളാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 4 ബീമുണ്ട്. ആ 4 ബീമിൽ നമ്മൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. കിളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.